ഇതേപോലെ 3 പണ്ഡിതന്മാർ ബക്കാ ഇബ്നു ബത്തൂർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി പോയ സംഭവം മഹാനായ ഇമാം യാഫി തങ്ങൾ തന്റെ ഖുലാസത്തുൽ മഫാഖിർ പറയുന്നു. ഈ 3 പണ്ഡിതന്മാരും ബക്കാ ഇബ്നു ബത്തൂർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ചെന്നു. അങ്ങനെ അവരൊക്കെ ഇശാ നിസ്കരിക്കാൻ വേണ്ടി മഹാനവരുടെ പിന്നിൽ കൂടി. ബക്കാ ഇബ്നു ബത്തൂർ റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിന്ന് നിസ്കരിച്ചു. ഇവരൊക്കെ ഇശാക്ക് പിന്നിൽ കൂടി. അപ്പോൾ ബക്കാ റളിയല്ലാഹുവിന്റെ ഓത്ത് ഇവരുദ്ദേശം അത്ര ഉഷാറായിട്ടില്ല. ഇമാമത്തെക്കുമ്പോൾ ഫാത്തിയും സൂറത്തൊക്കെ ഓതുമ്പോഴേ ഉഷാറായിട്ട് ഓതിയിട്ടില്ല. ലേശം ആ ഓത്തിൻ്റെ ഇതിലൊക്കെ ലേശം വിശകണം. ഇവർ അത്ര തന്നെ ഉഷാറില്ല. അപ്പോൾ ഇവരെ മനസ്സിൽ ചെറിയൊരു ഇൻകാർ, ഈ ഓത്ത് നന്നാക്കിയില്ലാന്ന്. ആള് നല്ല ഷേഖാണ്, പക്ഷെ ഓത്ത് ഉഷാറില്ല എന്ന് മനസ്സിൽ തോന്നിപ്പോയി. അങ്ങനെ അന്നത്തെ രാത്രി അവരവിടെ കഴിഞ്ഞു പോയപ്പോൾ ഈ 3 പണ്ഡിതന്മാർക്കും ജനാബത്തുണ്ടായി എന്നാണ് പറയണത്. ജനാബത്തുണ്ടായി. അവർക്ക് പിന്നെ സുബഹിക്ക് നിസ്കരിച്ചിട്ടാ പിന്നെ കുളിക്കാൻ പറ്റുള്ളൂ. അവരുടനെ തൊട്ടടുത്തുള്ള പൊഴിയിലേക്ക് പോയി കുളിക്കാൻ വേണ്ടി കുളിക്കാൻ വേണ്ടി അവരെ കുപ്പായം മറ്റേ കൂരിട്ട് പൊഴിയിൽ കറങ്ങി കുളിക്കാൻ വേണ്ടി ചെന്ന് കയറാൻ നോക്കുമ്പോൾ നല്ല ഭീകരനായൊരു സിംഹം അവിടെ വന്ന് നിൽക്കുക. ഇവരാ കുപ്പായം അയച്ചു വെച്ച് കൊടുത്തുള്ളൂ. കുപ്പായം ഉരിഞ്ഞു വെച്ച സ്ഥലത്ത് നല്ല സിംഹം വന്നിരിക്കുന്നു. ഈ പണ്ഡിതന്മാർ 3 പേരും പൊഴിന്ന് കയറാൻ വഴിയില്ലാതെ അവിടെ ഇങ്ങനെ നിന്നു. അങ്ങനെ സമയം അങ്ങേയറ്റം വൈകിയപ്പോൾ മഹാനായ ബക്കാ റളിയല്ലാഹു അൻഹു പുറത്തു വന്നു. ഇങ്ങനെ അന്വേഷിച്ചു വന്നു. അപ്പോൾ ഇവർ ഇവിടെ പൊഴിയിലിരിക്കുന്നുണ്ട്. ഇവിടെ സിംഹം ഇവിടെ ഇപ്പുറത്ത് അവരെ വസ്ത്രം വെച്ച സ്ഥലത്തും ഇരിക്കുന്നു. ഉടനെ തന്നെ ആ സിംഹത്തിന് പോയി തട്ടിയിട്ട് പറഞ്ഞു, ലിമ തുആരിദു അദിയാഫി, എൻ്റെ വിരുന്നുകാരെ നീ എന്തിനാണ് വെറുതെ തടയണത്? വൈനസാവു നന്നബി, അവർക്ക് എന്നെ പറ്റി മോശമായ വിചാരം വന്നാലും ശരി, നീ എന്തിനാണ് അവരെ പോയി തടക്കാൻ പോയത്? നീ എന്തിനാ അവരെ ബുദ്ധിമുട്ടാക്കിയത് എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞിട്ട് സിംഹത്തിന് ആട്ടിവിട്ടു. അവരോട് കയറി വരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അവരോട് പറഞ്ഞു, അതും അസ്ലഹത്തും അൽസിനത്തക്കും നെഹനു അസ്ലഹന വവാതീനന, നിങ്ങൾ നാവ് നന്നാക്കുക നിങ്ങൾ ചെയ്ത്, നമ്മളെ ഉള്ളു നന്നാക്കി. ഇതാണ് ഇപ്പോൾ ഈ പ്രശ്നം വരാൻ കാരണം എന്ന് മഹാനായ ബക്കാ ഇബ്നു ബത്തൂർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇങ്ങനെ അസംഖ്യം കറാമത്തുകൾ കാണിച്ച മഹാനായ ബക്കാ ഇബ്നു ബത്തൂർ റളിയല്ലാഹു അൻഹു ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഈ ശിഷ്യനെ പറ്റി പറയണത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ശൈഖന്മാർക്കും അളന്നിട്ടാ കൊടുത്തത്. എല്ലാ മശായിഖന്മാർക്കും അള്ളാഹു കയ്യിൽ അളന്നിട്ടാ കൊടുത്തത്. പക്ഷെ ബക്കാ ഇബ്നു ബത്തൂറിന് ലോട്ടായിട്ടാ കൊടുത്തത്. ഒന്നിച്ച് ആണ് കൊടുത്തത്. നമ്മൾ അവസാനം വാരി കൊടുക്കുക എന്നറിയില്ലേ, എണ്ണി കൊടുക്കുകയാണ് സാധാരണ എല്ലാവർക്കും ചെയ്യല്. പക്ഷെ ബക്കാ ഇബ്നു ബത്തൂറിന് അള്ളാഹു വാരി കൊടുത്തു എന്നാണ്. ഇങ്ങനെ മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ ആ സദസ്സിലിരിക്കുന്ന അവിടുത്തെ ശിഷ്യന്മാരായ മഹാന്മാരായ ഔലിയാക്കൾ ഓരോരുത്തരെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെയും മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെ എങ്ങനെ ബഹുമാനിച്ചിരുന്നു എന്നതിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ മഹാനവറുകളുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് അമീർമാരുടെ എണ്ണവും വണ്ണവും അറിഞ്ഞാൽ. അമീറന്മാരെന്ന് പറഞ്ഞാൽ അവിടുത്തെ അമീറന്മാരെന്ന് പറഞ്ഞാൽ അവർ തോക്കും പിടിച്ച അമീറന്മാരല്ലത്. അമീറന്മാരുടെ എണ്ണവും വണ്ണവും അറിഞ്ഞാൽ അറിയാമേ സുൽത്താൻമാർ പോരിശ, ആ വണ്ണം നോക്കുകയിൽ ശേഖന്മാർ പോരിശ. ഇതാണ് ശേഖന്മാര്. അപ്പോൾ അറിയാമേ മുഹീദ്ദീൻ പോരിശ. യാ മുഹീയദ്ദീനി യാ മുഹീയദ്ദീനി യാ മുഹീയദ്ദീനി അബ്ദുൽ ഖാദിർ ജിലാനി. മഹാനായ അബൂ നജീബ് സുഹ്റവർദി റളിയല്ലാഹു അൻഹു മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ ശിഷ്യനാണ് അബൂ നജീബ് സുഹ്റവർദി റളിയല്ലാഹു അൻഹു. ആരാ അബൂ നജീബ് സുഹ്റവർദി? മഹാനായ ലിയാഉദ്ദീൻ അബൂ നജീബ് സുഹ്റവർദി. അദ്ദേഹം മഹാനായ ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു അമ്മാമനാണ്, എളാപ്പയാണ് മഹാനായ അബൂ നജീബ് സുഹ്റവർദി റളിയല്ലാഹു അൻഹു. സാധാരണ സുഹ്റവർദിയ ത്വരീഖത്തിന്റെ ഷെയ്ഖ് എന്ന് പറയുന്നത് നമ്മൾ അവാരിഫുൽ മാരിഫ്, അത് കീലൊക്കെ ഒമനൽ അവാരിഫി ഫത്തുൽ ബൻഹു എന്ന് പറഞ്ഞല്ലോ, അവാരിഫ് എന്ന് മനസ്സിലാക്കണമെന്ന്.
അവാരിഫുൽ മആരിഫ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് മഹാനായ ശിഹാബുദ്ദീൻ ഉമർ സുഹ്റവർദി റളിയല്ലാഹു അൻഹു. ഈ ഉമർ സുഹ്റവർദി റളിയല്ലാഹു അൻഹു ആണ് യഥാർത്ഥത്തിൽ സുഹ്റവർദി തരീഖത്തിന്റെ സമുദ്ധാരകനും അതിന്റെ പരിഷ്കർത്താവും അതിന്റെ ശൈഖായിട്ട് അറിയപ്പെടുന്ന ആളും. മഹാനായ ഉമർ സുഹ്റവർദി റളിയല്ലാഹു അൻഹു അബു നജീബ് സുഹ്റവർദി അവിടുത്തെ അളാപ്പയാണ്. രണ്ടുപേരും മഹാനായ ഗൗസുല്ലാഹ് ഖദ്ദസല്ലാഹു സിർറഹുവിന്റെ ശിഷ്യന്മാരാണ്. അവ അമീറന്മാരെ എണ്ണവും വണ്ണവും നോക്കിയ അപ്പോൾ തിരിയത്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത്, ചില ചരിത്രകാരന്മാർ പറയുന്ന 3000 ആളുകൾ, 3000 പേരൊരു കൊല്ലം അവർക്ക് ശരീഅത്തിന്റെ ഇൽമും ത്വരീഖത്തിന്റെ ഇൽമും എല്ലാം കഴിഞ്ഞ് അവർ ശരിക്കും ഡിഗ്രി നേടി പുറത്തിറങ്ങാന്ന് പറയും. ശരിക്കും നമ്മളൊക്കെ കോളേജിൽ നിന്ന് ഡിഗ്രി നേടി പുറത്തിറങ്ങുന്നത് പോലെ മഹാനായ ഗൗസുല്ലാഹ് ഖദ്ദസല്ലാഹു സിർറഹുവിന്റെ ആ മദ്രസയിൽ നിന്ന് ശരിക്കും അവർ കാമിലിങ്ങളായി പുറത്തിയാടിയിരുന്നു 3000 പേര് കൊല്ലം തോറും. അപ്പൊ മദ്രസ എത്ര കാലമായി നടത്താൻ തുടങ്ങിയിട്ട്? മഹാനായ ഗൗസുല്ലാഹ് ഖദ്ദസല്ലാഹു സിർറഹു എന്നാ മദ്രസ തുടങ്ങിയത്? കോളേജ് എന്നാ തുടങ്ങിയത്? 521 വയല് പറയാൻ തുടങ്ങിയിട്ട് 561 വരെ വയല് പറഞ്ഞു. 40 റ്റാണ്ടോളം വയല് പറഞ്ഞവർ, നന്നായി 90 കാലം ഇരുന്നവർ. അപ്പോ 521 മുതൽ 561 വരെ 40 കൊല്ലം മഹാനവറുകൾ വയല് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 528 മുതൽ 561 വരെ 33 വർഷം ശരിക്കും ദർസ് നടത്തുക എന്നുള്ള പണി തന്നെ ചെയ്തിട്ടുണ്ട്. ദർസ് നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും വെറും വഅദ് പറഞ്ഞ ആൾക്കാരെ നോക്കുക എന്നുള്ളതാണ്. മഹാനവറുകൾ ശരിക്കും മഹാനായ അബൂ സഈദ് മുബാറക്കുൽ മഖ്സൂമി റളിയല്ലാഹു അൻഹു തന്റെ മഹാനായ ഷെയ്ഖിന്റെ ആ വിയോഗത്തിന് ശേഷം അവിടുന്ന് അനന്തരമായി അവിടുന്ന് ഏൽപ്പിച്ചു കൊടുത്ത ഈ മദ്രസ വികസിപ്പിച്ച് 528 ആയപ്പോൾ അതിൻ്റെ വികസനമൊക്കെ കഴിഞ്ഞ് പൂർത്തിയായി എല്ലാ സൗകര്യം വന്നപ്പോൾ അവിടെ ദർസ് നടത്തി. ദർസിൽ 13 ക്ലാസ്സാ, 13 ഇൽമ് ദർസ് നടത്തിയെന്നാണ്. 13 ക്ലാസ് ഉണ്ടായിരുന്നു എന്നാണ്. 13 ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പോൾ പിന്നെ നമ്മളെ കോളേജിലൊക്കെ പറഞ്ഞാൽ നമ്മളെ അബ്ബാസ് ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന കോളേജ് അവിടെ ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. അതൊക്കെ എപ്പോഴും അധ്വാനിക്കുന്ന ആൾക്കാർ. സാധാരണ കോളേജിലൊക്കെ 6 പീരീഡ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ എന്നാ പറയില്ല. അതിലപ്പുറം KER ഒന്നും സംഭവിക്കില്ല, അവിടെ ഒരു നിയമം സംഭവിക്കില്ല. മഹാനായ ഗൗസുല്ലാഹ് ഖദ്ദസല്ലാഹു സിർറഹു ഒരൊറ്റ സമയം പോലും വെറുതെ കളഞ്ഞിട്ടില്ല. രാവിലെ സുബ്ഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ സമയത്താണ് ഖുർആൻ ഓതി കൊടുക്കുക. എന്നുവെച്ചാൽ ഖുർആന്റെ ഓത്ത് അത് പഠിപ്പിച്ചു കൊടുക്കുക. ശൈഖന്മാരെ ചെയ്യുന്ന പണിയാണ്. അതുപോലെ തന്നെ ഖുർആന്റെ തഫ്സീർ അത് പഠിപ്പിച്ചു കൊടുക്കുക. ഹദീസിന്റെ ക്ലാസ് അതുണ്ടായിരുന്നു. ഒരുപാട് മുഹദ്ദിസീങ്ങളിൽ നിന്ന് അവിടുന്ന് ഹദീസ് പഠിച്ചിട്ടുണ്ടായി. 25 ആണ്ട് ചുറ്റി നടന്നു എന്ന് പറഞ്ഞാൽ 25 ആണ്ട് വെറുതെ ഇങ്ങനെ നടന്ന് നേരം കളിയല്ല ചെയ്യുന്നത്. പിന്നെന്താ ഈ 25 ആണ്ട് എന്ന് വെച്ചാൽ 30 കൊല്ലം മഹാനവറുകൾ ശരിക്കും ഇൽമു പഠിക്കാനായിട്ട് സമയം ചെലവാക്കി എന്ന് പറഞ്ഞു. പഠിക്കാനായിട്ട്. അതിൻ്റെ ഇടയിലാണ് ഈ ചുറ്റി നടന്നിരുന്നത്. കൽബ് നന്നാക്കാൻ വേണ്ടി ചുറ്റി നടക്കും. ഇപ്പൊ നമ്മള് മുത്താലിമീങ്ങൾക്ക് തരീഖത്ത് വേണ്ട. ഇപ്പോഴത്തെ മുത്താലിമീങ്ങളല്ല ഇപ്പം എന്താ തരീഖത്തുള്ളത്? ഒരു മാലെടുത്ത് കുറച്ച് ചൊല്ലിയാൽ മതി. ആരും ഇപ്പൊ ചുറ്റി അടക്കാൻ പറഞ്ഞപ്പോൾ നമ്മള് വളാഞ്ചേരി നമ്മളെ പള്ളിക്ക് ഇരിക്കുന്ന കുട്ടികളോട് നിങ്ങൾ ചുറ്റി നടന്നോളി എന്ന് പറഞ്ഞാൽ ഓര് നന്നായിട്ട് ചുറ്റി നടക്കും, ബൈക്കുമ്പോൾ ചുറ്റി നടക്കും. അതല്ല, ഇത് ഈ 30 കൊല്ലം അതിൽ 25 ആണ്ട് ചുറ്റി നടന്നു എന്ന് പറഞ്ഞാൽ ഇൽമ് പഠിക്കുകയാണ്, ഖുർആൻ പഠിക്കുക. എന്നുവെച്ചാൽ ഖുർആന്റെ ഓത്ത് പഠിച്ച ഉസ്താദുണ്ട് ബഗ്ദാദില്. ഖുർആന്റെ വിവിധങ്ങളായ പാരായണ ശൈലി പഠിപ്പിച്ച ഉസ്താദന്മാര്. അതുപോലെ തന്നെ ഫിഖ് മഹാനായ അബൂ സഈദ് റളിയല്ലാഹു അൻഹു പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹദീസിന്റെ നിരവധി പണ്ഡിതന്മാരിൽ ഹദീസ് പഠിച്ചിട്ടുണ്ട്. നഹ്വ് പഠിച്ചിട്ടുണ്ട്. വ്യാകരണം അത് പഠിച്ചിട്ടുണ്ട്. എല്ലാ വിജ്ഞാന ശാഖകളും. പിന്നെ തർക്കശാസ്ത്രം,
മന്തിക്ക് എന്ന് പറയും, ഇൽമുൽ കലാം, ഇയാദി എല്ലാം മഹാനായ ഗൗസുൽ ഖദ്ദസുല്ലാഹു പഠി. അവ പഠിക്കുന്ന സമയത്ത് അതിന് പോകും. അത് കഴിഞ്ഞാൽ പിന്നെ കൽബ് നന്നാക്കാൻ വേണ്ടി നടക്കും. ഇതൊക്കെ ഒന്നിച്ചാണ് നടന്നിരുന്നത്. പഠിക്കാൻ നടക്കുന്ന സമയത്ത് തന്നെ ഈ പരിപാടി നടന്നിയത്. അപ്പോൾ മഹാനായ ഗൗസുൽ ഖദ്ദസുല്ലാഹു അസീസിന്റെ ഈ എന്താണ് പറഞ്ഞത്? ഏതാ? ഞാൻ കേട്ടില്ല. 13. അതിടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പം പെട്ടെന്ന് പറഞ്ഞു തരണ്ടേ, നമ്മളങ്ങനെ പറഞ്ഞങ്ങനെ പോകും. 13 ശാഖകൾ, വിജ്ഞാന ശാഖകൾ അവിടെ പഠിപ്പിച്ചിരുന്നു എന്നാ പറഞ്ഞത്. അതിൽ ഖുർആൻ പാരായണം, തഫ്സീർ, ഹദീസ്, ഇൽമുൽ കലാം, ഇൽമുൽ ഖിലാഫ്, ഇൽമുൻ നഹ്വ് എല്ലാം പഠിപ്പിച്ചിരുന്നു. മഹാനായ അവിടുത്തെ ശിഷ്യൻ അബ്ദുൽ ഗനിയുൽ മഖ്ദസി റളിയല്ലാഹു അൻഹു, ഹാഫിൾ അബ്ദുൽ ഗനി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയാണ്, അബൂ മുഹമ്മദുൽ ഖശ്ശാബുൻ നഹ്വി എന്ന് പറയുന്നൊരു പണ്ഡിതൻ, അദ്ദേഹം അക്കാലത്ത് നഹ്വ് പഠിക്കാനായിട്ട് സമയം കളയണം. ഓരോരുത്തർക്കും ഓരോ പിരാന്ത. കാരണം അതിൽ മെഹവ് നേടിക്കഴിഞ്ഞാൽ നെഹവ് നന്നായിട്ട് ഇപ്പോൾ അൽഫിൻ്റെ വേത്ത് 1000 വേത്ത്, പിന്നെ പഴയ കാലത്ത് പറയാൻ ആദ്യത്തെ വേത്ത് മുതൽ അവസാനം ഇങ്ങോട്ട് പിന്നെ ചെല്ലുക, അല്ലെങ്കിൽ അവസാനത്തെ വേത്ത് മുതൽ അങ്ങോട്ട് തിരിച്ചു ചെല്ലുക. അതൊക്കെ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വലിയൊരു അഭ്യാസങ്ങളാണത്. എന്നതുപോലെ ഈ അബൂ മുഹമ്മദുൽ ഖശ്ശാബിന് നെഹവ് പഠിക്കുക എന്നുള്ളതാണ് പണി. നെഹവിൻ്റെ എല്ലാ സംഗതികളും പഠിക്കാനായിട്ട് നടക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബഗ്ദാദിൽ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഷെയ്ഖുണ്ട്, അദ്ദേഹത്തിൻ്റെ ഇവിടെ പല പിന്നെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ അങ്ങനെ കേട്ടപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ ഒന്ന് പോയി നോക്കിയതല്ലാതെ അവിടെ ഹൗസുലാഹബാൻ്റെ അടുത്തേക്ക് തരീഖത്ത് കാണി പോയതൊന്നുമല്ല. അവിടെ അങ്ങനെ ചെന്നൊരു ഭാഗത്ത് അവിടെ അങ്ങനെ ഇരുന്നു. അപ്പോൾ അവിടുത്തെ ക്ലാസ്സുകളിൽ ചില സമയത്ത് 70,000 മുതൽ ലക്ഷക്കണക്കിന് ചിലപ്പോൾ ആളുകൾ വന്നിരിക്കും. നമ്മളെ ക്ലാസ്സുമായിട്ടില്ല. 70,000 ആൾ മിക്കവാറും ഉണ്ടാവും, ചിലപ്പോൾ ലക്ഷം കവിയും. അങ്ങനത്തെ ക്ലാസ്സുകളാണ്. അപ്പോൾ ആ കൂട്ടത്തിലൊന്ന് ചെന്നിങ്ങനെ ഇരുന്നപ്പോൾ ഉടനെ തന്നെ ഈ ആളിരിക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് മഹാനായ ഗൗസുൽ ഖദ്ദസുല്ലാഹു അസീസ് അയാളെ ചൂണ്ടിയിട്ട് പറഞ്ഞു, യാ ഹാദാ ഇസ്ഹബ്ന, നമ്മുടെ കൂടെ കൂടിക്കോ, നുസയ്യിറുക സിബവൈഹി, ഞാൻ സിബവൈഹി ആക്കി തരാന്ന്. സിബവൈഹി ആക്കി തരാന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. സിബവൈഹി ഇമാമു എന്ന് പറഞ്ഞാൽ സിബവൈഹി ഇമാം അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നഹ്വിൽ ഒരു പ്രാമാണികനായ ഇമാമാണ് സിബവൈഹി ഇമാം. ഗൗസുൽ ഖദ്ദസുല്ലാഹു അസീസ് പറയാണ്, യാ ഹാദാ ഇസ്ഹബ്ന നുസയ്യിറുക സിബവൈഹി, എൻ്റെ ഒപ്പം കൂടിയാൽ നിന്നെ ഞാൻ സിബവൈഹി ആക്കി തരാം എന്ന് പറഞ്ഞു. ഇയാളെ നേരെ കണ്ടിട്ട് എത്രയോ ആയിരക്കണക്കിന് ആളുകളുടെ അടിയിൽ നിന്നാണ് പറയണത്. ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ സ്വാധീനിച്ചു. അപ്പോൾ തീരെ സമയം കിട്ടാൻ നഹ്വ് പഠിക്കാൻ നടക്കണതിൻ്റെ ഇടയിൽ സമയം കിട്ടില്ല. പല ആൾക്കാർക്കും സമയം കിട്ടാത്ത കേടാണ് നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉള്ളത്. എന്നമായി സമയം കിട്ടാതിരിക്കുന്ന വെറുതെ പോയി നോക്കിയതാ അപ്പോഴത്. എന്നിട്ട് അതിൻ്റെ ശേഷം മഹാനവറുകളുടെ കൂടെ കൂടി ഈ അബൂ മുഹമ്മദുൽ ഖശ്ശാബ് റളിയല്ലാഹു അൻഹു പറയണത്, എനിക്ക് നഹ്വ് മാത്രമല്ല എല്ലാം പഠിച്ചു, നഹ്വിൽ ഞാൻ ശരിക്കും ഒരു ഇമാമായി മാറി. അങ്ങനെയാണ് അബൂ മുഹമ്മദുൽ ഖശ്ശാബ് നഹ്വി എന്ന പേര് വന്നത്. അപ്പം നഹ്വും പഠിപ്പിച്ചിരുന്നു. എല്ലാ വിജ്ഞാന ശാഖകളും മഹാനായ ഗൗസുൽ ഖദ്ദസുല്ലാഹു പഠിപ്പിച്ചിരുന്നു. ഇനി അവിടെ തന്നെ ഞങ്ങളെ മാലി പറയുന്നുണ്ട്, അറിവും നിലയും അതൊന്നുമില്ലാത്തവർക്ക് അറിവും നിലയും നിറയെ കൊടുത്തവർ. നമ്മളെ കൂട്ടത്തിൽ ഈ പറഞ്ഞാലും ഒക്കെ മൊയ്തീന്മാരിലങ്ങനെ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. പക്ഷെ മറന്നു എന്ന് പറഞ്ഞുകൂടാ. എന്നുവെച്ചാൽ നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ ചില ആൾക്കാരെ ചുണ്ടൊക്കെ അതിൻ്റെ ഒപ്പം വരും, എന്നാൽ പിന്നീട് പോവുകയും ചെയ്തേമാതിരിയുള്ളത്. ഞാൻ പഴയ മൊയ്തീന്മാരിൻ്റെ ശൈലിയിലേക്ക് ഒന്ന് വരണം, എന്നാലേ ഒന്ന് നേരാവുള്ളൂ. അറിവും നിലയും അതൊന്നുമില്ലാത്തവർക്ക് അറിവും നിലയും നിറയെ കൊടുത്തവർ എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗസുൽ ഖദ്ദസുല്ലാഹു അസീസ് ഓരോരുത്തരെ കണ്ട അവർക്ക് വേണ്ടതാണ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള പണിയാണ് ചെയ്യുന്നത്. അന്നത്തെ കാലത്ത് മഹാനായ
ഇബ്നുൻ നജ്ജാ എന്ന് പറയുന്നൊരു പണ്ഡിതൻ, മഹാനായ ഗൗസുൽ ഖദസുല്ലാഹുവിനെ കണ്ടതിന് ശേഷം വലിയ പണ്ഡിതനായി പോയി. അദ്ദേഹത്തിന്റെ പേര് സൈനുദ്ദീൻ ഇബ്നുൻ നജ്ജാ എന്ന പേര്. ഈ സൈനുദ്ദീൻ ഇബ്നുൻ നജ്ജാ റളിയല്ലാഹു അൻഹു ദമസ്കസുകാരനാണ്. അദ്ദേഹം പറയണത്, ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ഞങ്ങൾ ഹജ്ജിന് പോയി. എന്നുവെച്ചാൽ അന്നത്തെ കാലത്ത് കൂടുതൽ പഠിച്ചിട്ടൊന്നുമില്ല. ഹജ്ജിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാനും എൻ്റെ തുണക്കാരനും കൂടി പറഞ്ഞു നമുക്ക് ബഗ്ദാദ് കൂടി പോകാമെന്നാണ്. അങ്ങനെ മക്കത്തുനിന്ന് തിരിച്ചു വരുമ്പോൾ ബഗ്ദാദ് കൂടി ഇങ്ങനെ വരിക. ബഗ്ദാദിൽ വന്നപ്പോൾ ഞാൻ തുണക്കാരനോട് പറഞ്ഞു നമുക്കൊന്ന് ഈ ഷെയ്ഖിൻ്റെ ക്ലാസ്സിലൊന്ന് പോയിരുന്നു നോക്കുകയാണ്. അപ്പോൾ തുണക്കാരനും എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ ഒന്നും കയ്യിൽ വിശപ്പടക്കാൻ കാശില്ല കയ്യിൽ. മക്കത്തുനിന്ന് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആകെയുള്ളത് നല്ലൊരു കത്തി കയ്യിലുണ്ടെന്നാണ്. ഒരു കത്തി, എന്തെങ്കിലുമൊക്കെ ചത്താനൊരു കത്തി വേണ്ടിയിരുന്നല്ലോ. അപ്പോൾ ഇവരെന്ത്, ആ കത്തി ബഗ്ദാദിലെ അങ്ങാടിയിൽ തുച്ഛമായ സംഖ്യക്ക് കൊണ്ടുപോയി വിറ്റിട്ട് ആ കിട്ടിയതായിട്ട് അരി വാങ്ങി ഭക്ഷണം വാങ്ങി. എന്നിട്ട് അത് കഴിച്ചു നോക്കുമ്പോൾ രണ്ടാൾക്കും വിശപ്പ് അടങ്ങിയില്ല. കാരണം അത്ര കുറഞ്ഞ സാധനം കത്തി വിറ്റപ്പോൾ എന്താ കിട്ടുക? അത് കഴിഞ്ഞ് ഇവർ പറഞ്ഞു നമുക്ക് ഒന്നും ആയില്ല, ഏതായാലും നമുക്ക് ഷെയ്ഖിൻ്റെ ക്ലാസ്സിലൊന്ന് പോയിരിക്കുക എന്ന് പറഞ്ഞ് രണ്ടാളും കൂടി അങ്ങനെ പോയിരിക്കുക. അപ്പോൾ ഒന്നും പഠിച്ചിട്ടില്ല അതുവരെ. ഇവർ ഹജ്ജിന് പോയി തിരിച്ചു പോരാണ്, ഹാജിമാരായിട്ട് വരിക രണ്ടാളും. അങ്ങനെ ഈ ക്ലാസ്സിൽ പോയി ഇരിക്കുന്ന സമയത്ത് ഈ വന്നിരിക്കുന്ന ആള് രണ്ടുപേരും അവിടെ വന്നിരുന്നപ്പോൾ മഹാനായ ഗൗസുൽ ഖദസുല്ലാഹു പറഞ്ഞു, മസാക്കീനുൽ ഉറബായി ജാഉ, വിദേശികളായ രണ്ട് സാധുക്കൾ വന്നിട്ടുണ്ട്. ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാരായിരിക്കണം അക്കൂട്ടത്തിൽ. മസാക്കീനുൽ ഉറബായി ജാഉ മിനൽ ഹിജാസ്, ഹിജാസിൽ നിന്ന് ഹജ്ജ് കഴിഞ്ഞിട്ട് രണ്ട് ഹാജിമാർ സാധുക്കൾ കയ്യിലൊന്നും ഇല്ലാതെ വന്നിട്ടുണ്ട്. അവരെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു, അതും അവർ വിറ്റ് കാശാക്കി അതേറ്റ് ഭക്ഷണം വാങ്ങിയിട്ട് അവർ വിശപ്പ് അടങ്ങിയിട്ടില്ല. ആ നിലക്കാണ് അവരിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അവരിപ്പോൾ വിശന്നിട്ടാണ് രണ്ട് ഹാജിമാർ ഇവിടെ വന്നിരിക്കുന്നുണ്ട് എന്ന് മൊത്തം സദസ്സിൽ വെച്ച് പറഞ്ഞു. അതുകൊണ്ട് നമുക്കൊന്ന് കൂടുതൽ ക്ലാസ് നീട്ടാൻ കഴിയില്ല, നമുക്ക് വേഗം ഭക്ഷണം കഴിക്കണം എന്നാ പറഞ്ഞത്. ഇവിടുത്തെ കാര്യമല്ലേ പറഞ്ഞിടാ, ഇവിടെ ഇപ്പോൾ അടുത്തൊന്നും ഭക്ഷണം കഴിക്കൂല. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇബ്നുൻ നജ്ജാ റളിയല്ലാഹു അൻഹു തുണക്കാരനോട് പറഞ്ഞു, നമ്മളെ കാര്യം തന്നെയാണ് പറയണത്, അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഭക്ഷണം കിട്ടും, ഏതായാലും എന്താണ് അനക്ക് വേണ്ടതെന്ന് ചോദിച്ചു. അനക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് നല്ല കുസ്ക വേണം, കൂട്ടത്തിൽ കോഴിയും കിട്ടിയത് തെറ്റില്ല, അപ്പോൾ കോഴിയും കുസ്കിയാണ് എനിക്ക് വേണ്ടതെന്ന് തുണക്കാരൻ പറഞ്ഞു. ഇയാൾ പറഞ്ഞു എനിക്കിപ്പോൾ തേനാണ് ആവശ്യം, എനിക്കിപ്പോൾ കുസ്കിയും കോഴിയൊന്നും വേണ്ട. അങ്ങനെ പെട്ടെന്ന് ക്ലാസ്സൊക്കെ നിർത്തി സുപ്രവരിക്കൽ തുടങ്ങി. എല്ലാവരോടും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞു. ഉടനെ തന്നെ ഖാദിമിനെ വിളിച്ച് പറഞ്ഞു ഒരു കുസ്കിയും വേണം, കോഴിയും കൊണ്ടുവരണമെന്നാണ്, പിന്നെ കുറച്ച് തേന് അതും കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. രണ്ടോന്നും എന്നിട്ട് ആ രണ്ട് ഹാജിമാരെടുത്ത് കൊണ്ടുവയ്ക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഖാദിമ് വന്നിട്ട് ഈ തേന് ഇയാൾക്ക് ഇബ്നുൻ നജ്ജാ റളിയല്ലാഹു അൻഹുവിനാണ് തേന് വേണ്ടത്, മറ്റേ ഹാജിർക്കാണ് കുസ്ക വേണ്ടത്. പക്ഷെ കുസ്ക ആവശ്യമുള്ള ആളെ മുമ്പിൽ തേൻ കൊണ്ട് വെച്ച് ഇബ്നുൻ നജ്ജാ റളിയല്ലാഹു അൻഹു മുമ്പിൽ കുസ്കിയും കൊണ്ടുവന്ന് വെച്ചിട്ട് ഖാദിമ് നിന്നപ്പോൾ പറഞ്ഞു ഇഖ്ലബ് തുസിബ്, മറിച്ച് വെക്കുന്നാലേ നേരാവുള്ളൂ എന്നാണ്. ഖൗസുൽ ഖദസുല്ലാഹു മറിച്ച് വെക്കുന്നതാണ്, തേൻ ഇങ്ങോട്ടും കുസ്ക അങ്ങോട്ടും വെക്കുന്നതാണ്, എന്നാലേ സവാബാവുള്ളൂ, ശരിയാവുള്ളൂ എന്നാണ്. അങ്ങനെ നേരെ തിരിച്ചു വെച്ചു. ഇത് കണ്ടതോടുകൂടി ഇവരെ മനസ്സിൽ ഹാല് പെട്ടെന്ന് ഇളകി. എന്നുവെച്ചാൽ പിടിച്ചു വെക്കാൻ കഴിയാൻ ഒരു ഒച്ചട്ട് പോയി എന്നാണ്. ഒച്ചട്ടിട്ട് മഹാനായ ഖൗസുൽ ഖദസുല്ലാഹുവിൻ്റെ ഹദറത്തിലേക്ക് മഹാനായ ഇബ്നുൻ നജ്ജാ റളിയല്ലാഹു അൻഹു, ചെറുപ്പക്കാരൻ ഒരു വിവരമില്ലാത്ത ആളാണ്, ചെന്ന് കൈ പിടിക്കാനും കാല് പിടിക്കാനും ചെന്നപ്പോൾ തന്നെ മഹാനായ ഖൗസുൽ ഖദസുല്ലാഹു പറഞ്ഞു അഹ്ലൻ വസഹ്ലൻ ബിവാഇദി ദിയാരിൽ മിസ്രിയ,
ഈജിപ്തിലെ പ്രഭാഷകന് സ്വാഗതം എന്നാ പറഞ്ഞത്. ഈജിപ്തിലെ പ്രഭാഷകന് സ്വാഗതം. എന്ത് പ്രഭാഷണം നടത്തുന്നു? കാരണം പാത്യ പോതാനും പോലും അറിയാത്ത ആള്. അയാൾ പറഞ്ഞു, ഇബ്നു നജാ സമയത്ത് പറയണം. കാരണം ഷെയ്ഖന്മാരായിട്ടുള്ള അദബും കാര്യങ്ങളും പഠിച്ചു വരുന്ന സമയമാണ്. കാരണം ആദ്യം വന്ന് കയറിക്കല്ലേ. കൈഫ ലാ വസ്സുൽ ഫാത്തിഹ യാ സയ്യിദി, എനിക്ക് ഫാത്തിഹ പോലും ശരിക്കും ഓതാൻ അറിയില്ല, ഞാനിങ്ങനെ ഈ മിസ്റിലെ പ്രഭാഷകനായി മാറുന്നത്? ഈജിപ്ത് രാജ്യത്തെ പ്രഭാഷകനാണ് നീ, നിനക്ക് സ്വാഗതം. അഹ്ലൻ വസഹ്ലൻ ബിവാഇദി ദിയാരിൽ മിസ്രിയ എന്ന് പറഞ്ഞു. അപ്പോൾ ഹൗസുലാന്ന് ഖദ്ദസുല്ലാഹു എനിക്ക് ഫാത്തിഹ ഓതാൻ അറിയോ അറിയില്ലെന്ന് നിന്നോട് പറയണ്ട, എനിക്ക് പറയേണ്ടത് ഞാൻ പറഞ്ഞു എന്നാണ്. എന്നിട്ട് മഹാനായ ഇബ്നു നജാർ റളിയല്ലാഹു അൻഹുവിനോട് അവിടെ കൂടാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം പറയുന്നത്, ഒരു കൊല്ലം കൊണ്ട് 20 കൊല്ലം പഠിക്കണ ഇൽമാ പഠിച്ചത് ഒറ്റ കൊല്ലം കൊണ്ട്. ഒരു കൊല്ലം അവിടെ കൂടി 20 കൊല്ലം പഠിക്കേണ്ട വിവരങ്ങളൊക്കെ പഠിച്ചുണ്ടാക്കി. എന്നിട്ട് ബഗ്ദാദിൽ തന്നെ വഅ്ള് പറയാൻ തുടങ്ങി, പ്രഭാഷകനായി. പിന്നെ നാട്ടിലേക്ക് പോകണം, കാരണം ഹജ്ജ് കഴിഞ്ഞ് പോകുന്നതാണല്ലോ. നാട്ടിലേക്ക് പോകാൻ വേണ്ടി സമ്മതം ചോദിച്ചു. ഞാൻ അങ്ങനെ നാട്ടിൽ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ, നീ ഇപ്പോൾ ദമസ്കസിലേക്ക് പോവുക, ആദ്യം ദിമഷ്ക് എന്ന് പറഞ്ഞാൽ ഡമസ്കസിലേക്ക് പോവുക. അവിടെ നീ ചെല്ലുമ്പോൾ ഒരു ടീം യോദ്ധാക്കൾ, സൈന്യം മിസ്റിലേക്ക്, ഈജിപ്ത് ആക്രമിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നത് കാണാം. അവരോട് നീ പറയണം, ഈ പ്രാവശ്യങ്ങൾ ഇപ്പോൾ യുദ്ധത്തിന് പുറപ്പെടണ്ട, ഇപ്പം നിങ്ങൾ പോയാൽ പരാജയപ്പെടും, നിങ്ങൾക്ക് പിന്നീട് ഒരു പ്രാവശ്യം, രണ്ടാമത്തെ പ്രാവശ്യത്തിലാണ് വിജയം കിട്ടുക, ഇപ്പൊ വിജയം കിട്ടൂല എന്ന് അവരോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അതേപോലെ അദ്ദേഹം പുറപ്പെട്ടു. ഡമസ്കസിലേക്ക് എത്തി നോക്കുമ്പോൾ അവിടുന്ന് അന്നത്തെ കാലത്ത് മിസ്ർ ആക്രമിക്കാൻ വേണ്ടി ഒരു സൈന്യം ഈജിപ്തിനെ ആക്രമിക്കാൻ വേണ്ടി അവിടെ ഒരുങ്ങി നിൽക്കുക. അപ്പോൾ അവരെ നേതാവിനോട് ഇബ്നു നജാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഇപ്രാവശ്യം പോണ്ട, പോയി കഴിഞ്ഞാൽ വിജയം ഉണ്ടാവില്ല, തോറ്റു പോരും, രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങൾക്ക് വിജയം ഉണ്ടാവുള്ളൂ എന്നാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ ഏതായാലും തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി പിന്നാക്കം നിൽക്കണ പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അവർ പുറപ്പെട്ടു. ഇബ്നു നജാർ റളിയല്ലാഹു അൻഹു നേരെ മിസ്റിലേക്ക് പോയി. കാരണം മിസ്റിലെ പ്രഭാഷകനാണെന്നാണ് ആദ്യം തന്നെ പറഞ്ഞത്. ഈജിപ്തിലേക്ക് പോയി. ഈജിപ്തിലേക്ക് ചെന്നപ്പോൾ അന്നത്തെ അവിടുത്തെ ഖലീഫ ഈ ഡമസ്കസിൽ നിന്ന് ശത്രു സൈന്യം വരുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് അവരെ പ്രതിരോധിക്കാൻ വേണ്ടി കാത്തു നിൽക്കുക. അപ്പോൾ ഖലീഫയോട് എന്ന് പറഞ്ഞു, ഒട്ടും ബേജാറാണ്ട, അവരെന്തായാലും പരാജയപ്പെട്ടു പോകും, അവർ പരാജയപ്പെട്ടു പോകും, നിങ്ങളെ പരാജയപ്പെടുത്താൻ അവർക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സംഭവിച്ചു. ഡമസ്കസിൽ നിന്ന് സൈന്യം വന്നു, അവർ ഈജിപ്തിനെ ആക്രമിക്കാൻ വന്നു. പക്ഷെ അവർ പരാജയപ്പെട്ട് പിന്തിരിഞ്ഞോടി. അപ്പോൾ ഖലീഫക്ക് ഇബ്നു നജയോട് വലിയ സന്തോഷമായിപ്പോയി. അങ്ങനെ ഇബ്നു നജയെ പ്രത്യേക സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്ത്, നല്ല പൈസയൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് പ്രധാനപ്പെട്ട ഒരു ഉപദേഷ്ടാവായിട്ട് അവിടെ നിർത്തി. പിന്നീട് രണ്ടാം പ്രാവശ്യം അവർ ദമസ്കസിൽ നിന്ന് വീണ്ടും വന്നു ഈ സൈന്യം. ആ വരവ് വന്നപ്പോൾ ആ അത്താക്കിൽ ഈജിപ്തിലെ ഖലീഫയും കൂട്ടരൊക്കെ പരാജയപ്പെട്ട് അവർ ഈജിപ്തിൽ ആധിപത്യം തുടങ്ങിയപ്പോൾ ഇബ്നു നജാർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി. കാരണം നമ്മളോട് ഇദ്ദേഹം പറഞ്ഞതാണ്, ഇപ്പം പോണ്ട, തോൽക്കും, പിന്നെ പോയാൽ ജയിക്കുന്നു. ഇപ്പോൾ അതാ സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇബ്നു നജാർ റളിയല്ലാഹു അൻഹു വലിയ സന്തോഷം കാണിച്ച് അവരും അതേമാതിരി വലിയ സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്ത് അദ്ദേഹം പറഞ്ഞത്, 1.5 ലക്ഷം സ്വർണ്ണ നാണയമാണ് ഒറ്റ വാക്കുകൊണ്ട് എനിക്ക് കിട്ടിയത്. ഗൗസുൽ ആദം ഖദ്ദസുല്ലാഹു അസീസിന്റെ വാക്കുകൊണ്ട് 1.5 ലക്ഷം 2 സർക്കാരും കൂടി എനിക്ക് തന്നു. ആദ്യത്തെ ഖലീഫിൻ്റെ അടുത്ത് അങ്ങനെ രണ്ടാമത്തെ ടീം, 2 ടീമും കൂടിയിട്ട് എനിക്ക് 1.5 ലക്ഷം സ്വർണം തന്നു. അത് ഗൗസുൽ ആദം ഖദ്ദസുല്ലാഹു അസീസിന്റെ ഒരൊറ്റ വാക്കുകൊണ്ടാണ്.
അങ്ങനെ മഹാനായ ഇബ്നു നജ്ജാർ റളിയല്ലാഹു അൻഹു ഈ മിസ്റിലെ പ്രഭാഷകനായി മാറി. ഇതേ സമയത്ത് മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു അദ്ദേഹം ബൈത്തുൽ മുഖദ്ദസ് ഫതഹാക്കാൻ വേണ്ടിയുള്ള സമരത്തിലാണ്. സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ ഈ കുരിശ് യോദ്ധാക്കൾ യൂറോപ്യന്മാർ അവർ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളും കീഴടക്കി. അവർ ബൈത്തുൽ മുഖദ്ദസൊക്കെ കീഴടക്കി. അങ്ങനെ പതിറ്റാണ്ടുകൾ അവരെ കയ്യിൽ ഇങ്ങനെ ബൈത്തുൽ മുഖദ്ദസ് ഇരിക്കുമ്പോൾ ഫതഹാക്കാൻ വേണ്ടിയിട്ടാണ് മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു അദ്ദേഹം പുറപ്പെട്ടത്. സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിൻ്റെ ആ സംഘത്തിന് അന്നത്തെ കാലത്ത് ഈജിപ്തിലുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങളെ പറ്റി സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. എന്താണ്? ഈജിപ്തിലുള്ള ഷിയാക്കൾ ഏത് കാലത്തും ഇസ്ലാമിക സമൂഹത്തിന് തുരങ്കം വെച്ച ചരിത്രങ്ങളാണുള്ളത്. അവർ മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു പരാജയപ്പെടുത്താനുള്ള ചില തന്ത്രങ്ങളും നീക്കങ്ങളൊക്കെ അവർ നടത്തുന്നുള്ള സൂചനകൾ, അതിനുള്ള ചില സഖ്യങ്ങളൊക്കെ മിസ്റിൽ നടക്കുന്നുണ്ട് എന്ന് മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിനോട് ഇബ്നു നജ്ജാർ റളിയല്ലാഹു അൻഹു വിവരം കൊടുത്തു. ഇങ്ങനെ മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു ഇബ്നു നജ്ജാറെ പറ്റി മനസ്സിലാക്കി. അവസാനം ഇബ്നു നജ്ജാർ റളിയല്ലാഹു അൻഹു സ്വന്തം ഈ ഉപദേശക സമിതിയിൽ മെമ്പറാക്കി, പ്രധാന ആളാക്കി മാറ്റി, അവിടുത്തെ ഉപദേശകനാക്കി മാറ്റി. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ദർബാറിലെ പ്രഭാഷകനും അവിടുത്തെ സുൽത്താൻ സലാഹുദ്ദീൻ റളിയല്ലാഹു അൻഹുവും അവിടുത്തെ മക്കളും കുടുംബവും ഒക്കെ ഈ ഇബ്നു നജ്ജാർ റളിയല്ലാഹു അൻഹുവിന്റെ വഅദിലും ഉപദേശവും കേട്ടുകൊണ്ടിരുന്നതാണ് പതിവായിട്ട്. അവസാനം ബൈത്തുൽ മുഖദ്ദസ് ഫതഹാക്കിയതിന് ശേഷം ആദ്യമായൊരു പ്രഭാഷണം അവിടെ വെച്ച് നടത്തിയത് ഇബ്നു നജ്ജാർ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച്. ഹിജ്റ 583 മിറാജിന്റെ രാവിന് റജബ് 27 ബൈത്തുൽ മുഖദ്ദസ് മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു ഫതഹാക്കിയ സമയത്ത് ഒപ്പം മഹാനായ ഇബ്നു നജ്ജാർ റളിയല്ലാഹു അൻഹു ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ ഈ പ്രത്യേകമായ ഈ അറിവും നിലയും എല്ലാം കിട്ടി. പൈസയും ഒരുപാട് കിട്ടി. അങ്ങനെയുള്ള ഈ അനുഗ്രഹമുള്ള ഈ മുബാറക്കായ അനുഗ്രഹീതനായ ഈ ശിഷ്യൻ മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ബൈത്തുൽ മുഖദ്ദസ് ഫതഹാക്കുന്ന സമയത്ത് ആ അവസരം പങ്കിടാനുണ്ടായിരുന്നു. അതിൻ്റെ ശേഷവും മഹാനവറുകളുടെ പ്രധാനപ്പെട്ട ഉപദേശകനായിക്കൊണ്ട് ഇബ്നു നജ്ജാർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു എന്നാ ചരിത്രത്തിൽ പറയുന്നത്. നമ്മൾ പറഞ്ഞു പോകുന്നത് അറിവും നിലയും ഒന്നുമേ ഇല്ലാത്തവർക്ക് അറിവും നിലയും നിറയെ കൊടുത്തവർ എന്ന് പറഞ്ഞതാണ്. മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ ശിഷ്യന്മാരെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാനായ ഉമർ സുഹ്റവർദി റളിയല്ലാഹു അൻഹു, ശിഹാബുദ്ദീൻ ഉമർ സുഹ്റവർദി റളിയല്ലാഹു അൻഹു, അവിടുത്തെ പിതൃ സഹോദരനായ അബു നജീബ് സുഹ്റവർദി റളിയല്ലാഹു അൻഹു, രണ്ടു പേരും മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ ശിഷ്യന്മാരായിരുന്നു. അവിടുന്ന് നമ്മൾ പറഞ്ഞു പോകുന്നത് അബു നജീബ് സുഹ്റവർദി റളിയല്ലാഹു അൻഹു സാധാരണക്കാരനല്ല, തികഞ്ഞ പണ്ഡിതനാണ്. മഹാനായ ഗസാലി ഇമാം ദർസ് നടത്തിയിരുന്ന മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് 488 ബഗ്ദാദിലേക്ക് കടക്കുന്ന സമയത്താണ് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു ബഗ്ദാദ് വിട്ട് ഷാമിലേക്ക് പോകുന്നത്. അതിനു മുമ്പ് 4 കൊല്ലം നിസാമിയ മദ്രസയിൽ മഹാനായ ഗസാലി ഇമാം ദർസ് നടത്തിയിരുന്നത്. അവിടുത്തെ മുദരിസായിരുന്നു ഗസാലി ഇമാം. അതിൻ്റെ ശേഷം നിസാമിയ മദ്രസയിൽ മഹാനായ അബു നജീബ് സുഹ്റവർദി റളിയല്ലാഹു അൻഹു മുദരിസായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മാത്രമല്ല അന്നത്തെ കാലത്തുള്ള പണ്ഡിതന്മാർക്ക് ഉന്നത സ്ഥാനീയരായ ആളുകൾക്ക് ലഭിക്കുന്ന എല്ലാ ആദരവുകളും അബു നജീബ് സുഹ്റവർദി റളിയല്ലാഹു അൻഹു കിട്ടിയിരുന്നു പൊതുജനങ്ങൾക്കിടയിൽ. സാധാരണ അവരൊക്കെ പണ്ഡിതന്മാരിലേക്ക് പോകുമ്പോൾ പരിവാരങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഒരു മേലാപ്പ് മുകളിലെല്ലാവരും പിടിച്ചിട്ടാണ് പോവുക. മേലാപ്പ് പിടിച്ചിട്ടാണ് പോവുക, വാശിയ.
ആ മേലാപ്പ് പിടിച്ചിട്ടൊക്കെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ആൾക്ക് അത്രയും സ്ഥാനമുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അടയാളം. മഹാനായ അബുന്നജീബ് സുഹ്റവർദി റളിയല്ലാഹു അൻഹു വഴിക്ക് പോകുമ്പോൾ ആ നിലക്കാ പോവുക. മഹാനായ അബുന്നജീബ് സുഹ്റവർദി റളിയല്ലാഹു അൻഹു ഒക്കെ മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹു അസീസിന്റെ ശിഷ്യന്മാരായിരുന്നു. ആ ശിഷ്യന്മാരെ പറ്റി മനസ്സിലാക്കിയാൽ തന്നെ ഗൗസുൽ ആദമിനെ പറ്റി മനസ്സിലാക്കാം എന്നാണ് നമ്മൾ പറഞ്ഞത്. അബുന്നജീബ് സുഹ്റവർദി റളിയല്ലാഹു അൻഹു മഹാന്മാരായ ശിഹാബുദ്ദീൻ ഉമർ സുഹ്റവർദി റളിയല്ലാഹു അൻഹു സുഹ്റവർദിയ തരീഖത്തിന്റെ പരിഷ്കർത്താവ് മഹാനായ ഉമർ സുഹ്റവർദി റളിയല്ലാഹു അൻഹുക്ക് ശരിക്കും ശിക്ഷണം കൊടുത്ത് കൊണ്ടുവന്നിരുന്ന ഗുരുവാണ് മഹാനായ അബുന്നജീബ് സുഹ്റവർദി റളിയല്ലാഹു അൻഹു. അങ്ങനെ ഈ ഗുരുവും ശിഷ്യനും ഒക്കെ മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുവിന്റെ ശിഷ്യന്മാരായിരുന്നു. അബുന്നജീബ് സുഹ്റവർദി റളിയല്ലാഹു അൻഹുവിനെ പറ്റി മഹാനായ ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു പറയുന്നത്, മഹാനവറുകൾ മുരീദന്മാരോട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങളുണ്ടാവും, ഇന്ന സമയത്ത് ഇന്ന സംഗതി ഉണ്ടാവും, ഇന്ന സമയത്ത് വരുന്ന പിശാച്ചാണ്, അതിൽ നീ മനസ്സിലാക്കണം കഴിഞ്ഞാൽ ഇന്ന സമയത്ത് ഇന്ന ആളാ വരുന്നത്, എല്ലാം കൃത്യമായി പറഞ്ഞു കൊടുത്തിരുന്നു. മാത്രമല്ല മഹാനവറുകൾ അസംഖ്യം കറാമത്തുകൾ ഉള്ള ആളായിരുന്നു. ഒരിക്കൽ ഒരു കർഷകൻ ഒരു മൂരിക്കുട്ടിയെ കൊണ്ടുവന്ന്, ഒരു പശുക്കുട്ടിയെ കൊണ്ടുവന്ന് മഹാനായ അബുന്നജീബ് സുഹ്റവർദി റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വന്നിട്ട് അത് ഇവിടത്തേക്കുള്ളതാണ് എന്ന് പറഞ്ഞ് കൊടുത്ത് പോയതിൻ്റെ ശേഷം ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു പറയാൻ ശിഷ്യൻ പറയാണ്, അബുന്നജീബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ മൂരിക്കുട്ടി എന്നോട് പറയണത് ഞാൻ നിങ്ങൾക്കുള്ളതല്ല, ഇന്നമാ നുദിർത്തു ലിശൈഖ് അലി ഇബ്നുൽ ഹീത്തി, എൻ്റെ ഉടമസ്ഥൻ രണ്ടെണ്ണത്തിന് നേർച്ചയാക്കിയിട്ടുണ്ട്, പിന്നെ നേർച്ചയാക്കിക്കുന്ന അലി ഇബ്നുൽ ഹീത്തി റളിയല്ലാഹു അൻഹു. പിന്നെ ഇന്നമാ നുദിറലക്ക ആഹി, എൻ്റെ സഹോദരനുണ്ട് വേറെ മൂരിക്കുട്ടിയുണ്ട്, ഒരു കുട്ടനുണ്ട്, അതാണ് നിങ്ങൾക്കുള്ളത്, ഞാൻ നിങ്ങൾക്കുള്ളതല്ല എന്നാണ് ഈ മൂരിക്കുട്ടിനോട് പറയണത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇറ്റയുടെ സംസാരം കേട്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ ആ ആൾ വന്നു, എന്നിട്ട് പറഞ്ഞു തെറ്റിപ്പോയി മഹാനവറുകൾ, അത് ഒന്ന് അങ്ങോട്ടും പയച്ചിട്ടുണ്ട്, അത് അലി ഇബ്നുൽ ഹീത്തി റളിയല്ലാഹു അൻഹു സാധനമായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് മറ്റേ കൊണ്ടുവന്ന് കൊടുത്തു. ഇങ്ങനെ വസ്തുക്കൾ മഹാനവരോട് സംസാരിച്ചിരുന്നു. ഒരിക്കൽ അറവുശാലൻ്റെ അടുത്തൂടി പോകുമ്പോൾ ഒരു ആട് തോല് കീച്ചി ഇറച്ചി മുറിച്ചു കൊടുക്കുന്നിരിക്കുന്ന സ്ഥലത്ത് നോക്കിയിട്ട് മഹാനവർ പറഞ്ഞു, ഈ ആടിനോട് പറയണത് ഞാൻ മൈത്തത്താണ്, ഞാൻ അറുത്തതല്ല, ചവാണെന്നാണ് പറയണത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആ ഇറച്ചിക്കാരൻ കശാപ്പുകാരൻ ബോധം കെട്ട് വീണു, അദ്ദേഹം തൗബ ചെയ്തു. മറ്റൊരിക്കൽ ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു, ഞാനും ഈ അബുന്നജീബ് റളിയല്ലാഹു അൻഹു പോകുമ്പോൾ ഒരു വഴിക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരാള് ഒരു കൊട്ടയിൽ കുറച്ച് പഴങ്ങൾ ഏറ്റി അങ്ങനെ പോകുന്നുണ്ട്. പഴങ്ങൾ ഇതിപ്പം മൂരിക്കുട്ടി ആണ്, അതിന് ജീവുണ്ട്, മറ്റത് പിന്നെ ഇറച്ചി തോലി വെച്ച സാധനമാണ്. അടുത്തത് പഴം കൊട്ടയിലാക്കി ഇങ്ങനെ പോവുക. അപ്പോൾ ആ സമയത്ത് അബുന്നജീബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ പഴങ്ങൾ എന്നോട് സംസാരിക്കുന്നുണ്ട്. എന്താ പറയണത്? അങ്കിദിനി മിൻ ഹാദർ റജുൽ, ഈ പഹയൻ്റെ അടുത്ത് നിന്ന് എന്നെ രക്ഷിക്കണം യാ സയ്യിദി എന്നാണ് ഈ പഴങ്ങൾ എന്നോട് പറയണത്. വലഖദ് ഇസ്തറാനി ലിയസ്റബ അലയ്യൽ ഖംറ, എന്നെ വാങ്ങിക്കണം എന്തിനാ വെച്ചാൽ കള്ളിൻ്റെ ഒപ്പം കടിക്കു വേണ്ടിയിട്ട്, കള്ളു കുടിക്കുമ്പോഴേ കടിച്ചാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് എന്നെ, അതുകൊണ്ട് എന്നെ ഇവൻ്റെ നിന്ന് രക്ഷപ്പെടുത്തണം എന്നാണ് അവൻ പറയണത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഈ പറഞ്ഞതുപോലെ ആ ഏറ്റിക്കൊണ്ടുപോകുന്ന അയാൾ കള്ളു കുടിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് പോകുന്ന ആൾ ബോധം കെട്ട് വീണു. അയാൾ ബോധം തെളിഞ്ഞതിന് ശേഷം പറഞ്ഞു, അള്ളാഹു അല്ലാതെ വേറെ ആർക്കും അറിയാത്തൊരു സംഗതിയാണത് എന്ന് പറഞ്ഞ് അന്ന് മുതൽ നന്നായി പോയിന്നാണ്. ഇങ്ങനെയാണ് അവരൊക്കെ പരിപാടി ഉള്ളത്. അവരുടെ ശിഷ്യനാണ് മഹാനായ ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു. ലോകത്തുള്ള ത്വരീഖത്തിൻ്റെ ആദാബുകളും മറ്റും പഠിക്കാനൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അതുക്കീലൊക്കെ അവാരിഫ് നോക്കാനാണ് പറയണത്. അതാണ് ഇമാം സുഹ്റവർദി റളിയല്ലാഹു അൻഹു ഉമർ സുഹ്റവർദി അഥവാ ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് അവാരിഫുൽ മആരിഫ്.
മഹാനായ ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹുവിനെ ആ സ്ഥാനത്ത് എത്തിച്ചത് എങ്ങനെയാണെന്ന് മഹാനവറുകൾ പറയുന്നുണ്ട്. എന്താ, എനിക്ക് ചെറുപ്പമായിരുന്നു, ഒരു 10-20 വയസ്സുള്ള സമയത്ത് എന്നെ അബൂ നജീബ് റളിയല്ലാഹു അൻഹു പിടിച്ചു കൊണ്ടുപോവുക. എവിടേക്കാ കൊണ്ടുപോകുന്നത്? അവിടുത്തെ ഉസ്താദ് ഗൗസുല്ലാദം ഖദ്ദസുല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോവുക. പോരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ കുളിച്ച് വസ്ത്രമൊക്കെ മാറ്റി നല്ലൊക്കെ ഒപ്പം പോയി. അങ്ങനെ അവിടെ എത്തുന്ന സമയത്ത് അതിന് മുമ്പ് മഹാനായ ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു ഈ തർക്കശാസ്ത്രത്തിലും അതുപോലെ തന്നെ ഇൽമുൽ കലാമിലും വല്ലാത്ത പിരാന്ത, അതിനുവേണ്ടി സമയം കളയുന്നൊരു പരിപാടിയാണ് ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു ഉള്ളത്. ഇബാദത്തുകൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ സമയം ചെലവാക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ തർക്കത്തിനും അതുപോലെ തന്നെ ഇൽമുൽ കലാമിന് വേണ്ടി ഒരു പ്രത്യേകമായ വിജ്ഞാനശാഖയാണ്, അതിനുവേണ്ടി സമയം ചെലവാക്കുകയാണ് ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹുവിന്റെ പണി. അപ്പോൾ അബൂ നജീബ് റളിയല്ലാഹു അൻഹു പല പ്രാവശ്യം പറയും, ഉമറെ ആ പരിപാടി മാറ്റിവെച്ച് ഒന്ന് നന്നാകാൻ നോക്കുമെന്ന് എപ്പോഴും പറയും. ഇതൊന്ന് നന്നാകാൻ നോക്ക്, ഈ ഇൽമുൽ കലാമൊക്കെ വിട്ട് നന്നാകാൻ വേണ്ടി നോക്ക്, അധ്വാനിക്കാൻ നോക്കുന്നു പറയും. അപ്പോൾ കേൾക്കൂല. അവസാനം മഹാനായ ഗൗസുല്ലാദം ഖദ്ദസുല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് ഈ ശിഷ്യനെ കുറിച്ച് കൊണ്ടുപോവുകയാണ്. സഹോദരൻ്റെ മകനുമാണ്, കൊണ്ടുപോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ പറഞ്ഞു, ഉമർ ഒരു കാര്യം ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം, നമ്മൾ പോണത് എവിടേക്കാണെന്ന് നീ ഒന്ന് ആദ്യം ശരിക്കൊന്ന് ആലോചിച്ച് പോകണം. മഹാനായ അലി ഇബ്നു ഹീത്തി റളിയല്ലാഹു അൻഹു ശിഷ്യഗണങ്ങളോട് പറഞ്ഞത്, ദജ്ല നദിയിൽ കുളിച്ച് വൃത്തിയാവാൻ എന്ന് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സ് ശുദ്ധിയായിട്ട് വേണം പോകാനെന്ന് ആ ശിഷ്യന്മാർക്ക് അന്ന് പഠിപ്പിച്ചു കൊടുത്തത്. ഇപ്പോൾ ശരീരം ശുദ്ധിയായി. നക്കൂ കുലൂബക്കും ബവാത്തിനക്കും നിങ്ങളെ ഉള്ളു ശുദ്ധിയാക്കണം, നിങ്ങൾ കടക്കുന്ന സുൽത്താന്റെ സന്നിധിയിലേക്കാണ് എന്ന അലി ഇബ്നു ഹീത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അബൂ നജീബ് റളിയല്ലാഹു അൻഹു എന്നോട് പറയാണ്, എന്താ പറയണത്? ഉമർ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നാജമിതുമുർ റസൂല ഫഖദ്ദിമു ബൈന യദൈ നജവാകും സദഖ, നിങ്ങൾ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകരോട് സംസാരിക്കാൻ പോകുമ്പോൾ ഒരു സദഖ നിങ്ങളുടെ മുമ്പിൽ വേണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ നിലക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കാൻ പോകേണ്ടത് എന്ന് ആമുഖമായിട്ട് ഈ ആയത്ത് ഓതി കൊടുത്തതിന് ശേഷം വഹാ നഹ്നു ദാഖിലൂന അലാ റജുലിൻ യുഖ്ബിറു ഖൽബുഹു അൻ റബ്ബിഹി അസ്സ വജൽ, നമ്മളിപ്പോൾ പോകുന്നത് എവിടേക്കാന്ന് നീ മനസ്സിലാക്കണം. ഒരാളടുത്തേക്കാണ് പോകുന്നത്, ഒരു മഹാന്റെ അടുത്തേക്കാണ് പോകുന്നത്. ആ മഹാന്റെ കൽബ് സദാസമയത്തും റബ്ബിൽ നിന്ന് വഹി കിട്ടുന്നത് പോലെ സംസാരിക്കുന്ന ഒരു മഹാന്റെ അടുത്തേക്കാണ് നാം പോകുന്നത്. യുഖ്ബിറു ഖൽബുഹു അൻ റബ്ബിഹി അസ്സ വജൽ, ഏത് സമയത്തും റബ്ബിനെ തൊട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുക. അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്, നാം കടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഫൻദുർ കൈഫ തകൂനു ബൈന യദൈഹി ലിതൻദുറ ബറകാതി റുയതിഹി, നീ എങ്ങനെയാണ് അവിടെ നിൽക്കേണ്ടതെന്ന് ശരിക്കും നീ ഒന്ന് ആലോചിക്കുക. എന്തിന്? അവിടുത്തെ ആ നോട്ടത്തിൻ്റെ ബറക്കത്ത് നിനക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് അബൂ നജീബ് സുഹ്റവർദി റളിയല്ലാഹു അൻഹു ശിഷ്യനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണ് രണ്ടുപേരും പോകുന്നത്. അവിടെ ചെന്ന് ആദ്യമായി കണ്ടപ്പോൾ തന്നെ അബൂ നജീബ് റളിയല്ലാഹു അൻഹു ഗൗസുല്ലാദം ഖദ്ദസുല്ലാഹുവിനോട് പരാതി പറഞ്ഞു ഈ ശിഷ്യനെ പറ്റി. യാ സയ്യിദി ഹാദാ ഇബ്നു അഖി, ഇതിൻ്റെ സഹോദരൻ്റെ മകനാണ് ഉമർ. ഇവൻ ഇൽമുൽ കലാമിൽ വലിയ പൂണ്ട് പിടിച്ച ആളാണ്. ഞാൻ എത്ര പറഞ്ഞാലും അതിന്നവൻ മാറാൻ തയ്യാറാവണില്ല എന്ന് കേസ് പറഞ്ഞു. അപ്പോൾ ഗൗസുല്ലാദം ഖദ്ദസുല്ലാഹു അസീസ് മഹാനവറുകളെ ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു വിളിച്ച് ചോദിച്ചു, യാ ഉമർ അയ്യ കിതാബിൻ നഫിൽതഹു, ഏതൊക്കെ കിതാബാണ് പഠിച്ചത് ഉമറേന്ന് ചോദിച്ചു. ഏതൊക്കെയാണ് ഇൽമുൽ കലാമിൽ ഏതൊക്കെയാണ്